ജാബ് എന്ന പഞ്ച് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിലേക്കായിരിക്കും നമ്മൾ സ്ലിപ്പ് ചെയ്യുക, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക്. ഇനി ക്രോസ് എന്ന പഞ്ച് വരുന്ന സമയത്ത് എഗെയിൻ ഇത്തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോഡി മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ കംഫേർട്ട് എന്തായിരിക്കും, നിങ്ങളുടെ ബാക്കിലെ ലെഗിലെ ടോനെ തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫേർട്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഫേസിന് നേരെ ഒരു പഞ്ച്, ക്രോസ് എന്ന പഞ്ച് വന്നാൽ ആ പഞ്ചിന് ഔട്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സ്ലിപ്പ് ചെയ്യുന്നു. സ്ലിപ്പ് ചെയ്യുന്ന മൂമെൻറ്റ് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഹിപ്പിനും നിങ്ങളുടെ ടോയിനും ജസ്റ്റ് ബോഡീനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഒരു പഞ്ച് നിങ്ങളുടെ ഫേസിൻ്റെ അടുത്തൂടെ കടന്നു പോകണം, അത്രേ സ്ലിപ്പ് എന്ന ഡിഫൻസീവ് മൂവ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നുകൂടെ പറയുന്നു, ഒരു പഞ്ച് കടന്നു പോകുന്ന അത്ര ഡിസ്റ്റൻസിലെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്ലിപ്പ് ചെയ്യത്തുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യുന്ന തെറ്റാന്നല്ല, അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ സ്ലിപ്പ് എന്ന ഡിഫൻസീവ് മൂവ്മെൻറ്റ് കഴിഞ്ഞു. അടുത്ത ഡിഫൻസീവ് മൂവ്മെൻ്റ് ആണ് ഡക്ക്. ഡക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഡക്ക് നിങ്ങൾക്ക് സ്ട്രൈറ്റ് പഞ്ചസിലും ഉക്സിലും ഓൾമോസ്റ്റ് എല്ലാ പഞ്ചസിലും നിങ്ങൾക്ക് ഡക്ക് എന്ന ഡിഫൻസീവ് മൂവ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ അതായത് എൻ്റെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് എനിക്ക് ഫേസിന് നേരെ ഒരു പഞ്ച് വന്നു. ആ പഞ്ചിനെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ നീസിനെ ഞാൻ ഇങ്ങനെയല്ല, അതായത് എൻ്റെ നടുവല്ല കുനിയുന്നത്, അതല്ലെങ്കിൽ തലേനെയല്ല ഞാൻ ചരിക്കുന്നത്, ഞാൻ എൻ്റെ നീസിലാണ് ഞാൻ ഡൗൺ ചെയ്യുന്നത്. എനിക്ക് ഹെഡിന് നേരെ ഒരു പഞ്ച് വന്നാൽ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നീസിനെ ബെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് നീസിനെ ബെൻഡ് ചെയ്യാൻ എളുപ്പം, അതായത് നിങ്ങൾ ഫ്ലാറ്റ് ഫൂട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു സ്ക്വാട്ട് പൊസിഷൻ തോന്നും, നിങ്ങളുടെ മസിൽ ഗ്രൂപ്പ് ഒരുപാട് എൻഗേജ് ആവും. ബാക്കിലെ ലെഗ് ഹീൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ച് കംഫർട്ട് പൊസിഷനിൽ ഡക്ക് ചെയ്യാം. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ അഗൈൻ ഇതാണ് ഡക്ക് എന്ന മൂവ്മെൻറ്റ്. ഡക്ക് സാഹചര്യത്തിനനുസരിച്ച് എത്രത്തോളം താഴെ പോകണം, അല്ലെങ്കിൽ ഡക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സഡനായിട്ട് നിങ്ങൾക്ക് പഞ്ച് ചെയ്യാം, ഡിപ്പെൻഡബിൾ ആണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഡക്ക് എന്ന മൂവ്മെൻറ്റ് യൂസ് ചെയ്യാം. അടുത്ത മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റോൾ ആൻഡ് വെയ്. ആദ്യം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം റോൾ എന്ന മൂവ്മെൻറ്റ് പൊതുവെ യൂസ് ചെയ്യുന്നത് സ്ട്രൈറ്റ് പഞ്ചസിൽ, ജാബ് ആൻഡ് ക്രോസിലാണ് റോൾ എന്ന പഞ്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.